തിരുവനന്തപുരത്ത് യുവാക്കളെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ അറസ്റ്റിലായ ദമ്പതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. പ്രതികളായ ജയേഷ് രാജപ്പൻ, ഭാര്യ എസ് രശ്മി എന്നിവർ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പോലീസ് പറയുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾക്കായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ കോടതിയിൽ അപേക്ഷ നൽകും. ക്രൂരമായ പീഡന മുറകളാണ് ഇവർ യുവാക്കൾക്ക് നേരെ നടത്തിയത്. മുറിവേറ്റ യുവാക്കളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. വാക്കുകൾക്ക് അപ്പുറത്തുള്ള കൊടും പീഡനമാണ് അവർ അനുഭവിച്ചത്. ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ പിൻ അടിച്ചും നഖത്തിനടിയിൽ മുട്ടുസൂചി തറച്ചു കയറ്റിയും മുറിവിൽ പെപ്പർ സ്പ്രേ അടിച്ചുമൊക്കെയാണ് ഇവർ യുവാക്കളെ പീഡിപ്പിച്ചത്. ആലപ്പുഴ സ്വദേശിയായ 19-കാരനും പത്തനംതിട്ട അത്തിക്കയം സ്വദേശിയായ 29-കാരനുമാണ് ഈ ക്രൂരതയ്ക്ക് ഇരയായത്. ഇരകളുടെ മൊഴികൾ കേട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഞെട്ടിപ്പോയി. പോലീസ് നടത്തിയ പരിശോധനയിൽ രശ്മിയുടെ ഫോണിൽ നിന്ന് ഞെട്ടിക്കുന്ന ചില ദൃശ്യങ്ങൾ കണ്ടെടുത്തു. 19-കാരനായ യുവാവിനൊപ്പം രശ്മി വിവസ്ത്രയായി നിൽക്കുന്ന 5 ദൃശ്യങ്ങളാണ് ഫോണിൽ നിന്ന് കണ്ടെത്തിയത്. പീഡനത്തിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം ഇത്തരം ചിത്രങ്ങൾ കണ്ടെത്തിയതോടെ അന്വേഷണം കൂടുതൽ ഗൗരവമായി മാറിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ നിർണായകമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 19-കാരനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. യുവാവിന്റെ മൊഴി ഈ കേസിലെ പ്രധാന തെളിവുകളിൽ ഒന്നായി മാറും. അതിക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ജയേഷിന്റെ ഫോണിലാണ് ഉള്ളത്.